അടുത്തൊരു ബോളിവുഡ് ഹിറ്റ് ചിത്രമായ ദുരന്തറിലേക്കാണ്. സ്പൈ ആക്ഷൻ ത്രില്ലറായ ദുരന്തർ അതിപ്പോൾ വലിയ ചർച്ചയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടിയിട്ട് മാർച്ച് റിലീസ് ചെയ്യുകയാണ്. ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയിരുന്നു, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കൂടിയിട്ട് ആ ചിത്രം വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രം 1000 കോടി നേടിയിരുന്നു ആ ചിത്രം. രൺവീർ സിംഗ് ആണ് നായകൻ. ആദിത്യ ധിറായിരുന്നു ഇതിൻ്റെ സംവിധാനവും. ഇത് ഒരു പ്രൊപ്പഗാണ്ട ചിത്രമെന്ന വിമർശനങ്ങൾ ഇതിനെതിരെ ഉയർന്നിരുന്നു. ഇതിൻ്റെ ഒരു കഥയുടെ പശ്ചാത്തലമെന്ന് പാർലമെൻറ്റ് ആക്രമണവും അതോടൊപ്പം തന്നെ കാണ്ഡഹാർ വിമാനറാഞ്ചലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കോർത്തിണക്കിയിട്ടാണ് ഇതിൻ്റെ കഥ പറയുന്നത്. ഇതിന് മറുപടി നൽകാനായിട്ട് ഇന്ത്യൻ ചാരനെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നതും അവിടെ നിന്നുള്ള അതിൻ്റെ ഒരു ഓപ്പറേഷനുമാണ് ഈ സിനിമ പറയുന്നത്. ഇതിൽ GCC അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ ചിത്രത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തപ്പോൾ പാകിസ്ഥാനിലടക്കം വലിയ ട്രെൻഡിങ് ആണ് ദുരന്തർ. ഇതിലേക്കാണ് അജിംസ്. ബോളിവുഡിലെ സമീപകാലത്ത് ധാരാളം പ്രൊപ്പഗാണ്ട ചിത്രങ്ങൾ ഇറങ്ങിയിരുന്നു. പക്ഷേ ഇതിനെ പ്രത്യക്ഷത്തിൽ പ്രൊപ്പഗാണ്ട എന്ന് വിളിക്കാൻ കഴിയില്ല എന്നാണ് ഈ അടുത്ത് ബോളിവുഡ് സംവിധായകനായ അനുരാഗ് കശ്യപ് അടക്കം പറഞ്ഞിരുന്നത്. കാരണം അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും സ്റ്റൈലൊക്കെ വെച്ചിട്ട് സാധാ പ്രൊപ്പഗാണ്ട ചിത്രങ്ങളെന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ആ പടത്തിനോട് ഉണ്ട് എന്ന് മാത്രമാണ് അനുരാഗ് പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആ ചിത്രം ബോളിവുഡിൽ സമീപകാലത്തുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു വിജയം കൂടിയിട്ടാണ് നേടിയ. 1000 കോടി ഇന്ത്യയിൽ നിന്നും 1300 കോടി ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ടും കൂടിയിട്ട് നേടിയിട്ടുണ്ട്. ഒരു ചിത്രത്തെ പ്രൊപ്പഗൻഡ മൂവി എന്ന് വിളിക്കുന്നത് ആ പടത്തിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി വെച്ചിട്ടാണെങ്കിൽ മേക്കിംഗ് ക്വാളിറ്റി നല്ലതാണെങ്കിൽ അതിനെ പ്രൊപ്പഗൻഡ എന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ? മേക്കിംഗ് ക്വാളിറ്റിയും കൊള്ളാം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ. പക്ഷേ ഒരാളൊരു സിനിമ പ്രൊപ്പഗൻഡ എന്ന ഉദ്ദേശത്തോടെ എടുക്കുകയാണ്, അതിന് മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ധ്രുവ് റാഠി ഈ സിനിമയെ റിവ്യൂ ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഹിറ്റ്ലറുടെ കാലത്ത് പ്രൊപ്പഗൻഡ മൂവികളൊക്കെ വളരെ മേക്കിംഗ് ക്വാളിറ്റി ഉള്ളതായിരുന്നു. ഹിറ്റ്ലറുടെ ട്രാക്കിംഗ് ഷോട്ടുകളൊക്കെ എടുത്തിരുന്നു ആ കാലത്ത്. ട്രാക്കിംഗ് ഷോട്ടുകൾ, അതൊരു ഹെലി ക്യാം ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു പടത്തിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി നല്ലതാണെങ്കിൽ അത് പ്രൊപ്പഗൻഡ മൂവി അല്ല എന്ന് പറയാൻ കഴിയില്ല. ഈ പടം ഞാൻ അതിൻ്റെ ഒരു 10 മിനിറ്റ് ഞാൻ കണ്ടു നോക്കി തുടക്കത്തിൽ. കാരണം അതിൻ്റെ ഒരു കോർ എന്ന് പറഞ്ഞാൽ തുടക്കം തന്നെയാണ്. അതിൽ 2 പ്രധാനപ്പെട്ട ഇൻസിഡൻസാണ് കാണിക്കുന്നത്. നേരത്തെ സുകേഷ് പറഞ്ഞ പോലെ, ഒന്ന് കാണ്ഡഹാർ വിമാനം തട്ടിക്കൊണ്ടുപോകൽ, 2 പാർലമെൻറ്റ് ആക്രമണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ ചീഫായിരുന്നയാൾ അജിത് ഡോവലാണ് ഇപ്പോൾ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഓക്കെ, അപ്പോൾ ഈ സിനിമ എത്ര ബുദ്ധിപരമായിട്ടാണ് ഈ സിനിമ പ്രൊപ്പഗൻഡയ്ക്ക് ഉപയോഗിക്കുന്നതെന്നാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഈ സിനിമ അത് കഴിഞ്ഞ് പറയുന്നത് ബോംബെ ടെറർ അറ്റാക്കിനെ കുറിച്ചാണ്. അപ്പോൾ ബോംബെ ടെറർ അറ്റാക്കിനെ കുറിച്ച് ഈ ദുരന്തർ സ്പൈ വർക്ക് ചെയ്യുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഇൻപുട്സ് നമുക്കുണ്ട്. അതായത് നമുക്കവിടെ ടെറർ അറ്റാക്ക് ഉണ്ടാകും എന്ന് ഇൻപുട്സ് ഉണ്ട്. ആ ഇൻപുട്സ് വേണ്ട വിധത്തിൽ അന്നത്തെ മൻമോഹൻ സിംഗ് ഭരണകൂടം പരിഗണിച്ചില്ല എന്നുള്ളതാണ് സിനിമ പറയുന്നത്. അത് തടയാൻ വേണ്ട മുൻകരുതലെടുത്തില്ല. അത് യഥാർത്ഥത്തിൽ ബോംബെ ടെറർ അറ്റാക്സിനെ കുറിച്ച് ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. അത് ബോംബെ ടെറർ അറ്റാക്സിനെ കുറിച്ച് മാത്രമല്ല, ഇന്ത്യയിൽ നടന്ന മുഴുവൻ ഭീകരാക്രമണങ്ങളെക്കുറിച്ചും മുൻപ് ഇൻ്റലിജൻസ് ഇൻപുട്ട് വന്നിട്ട് നമുക്ക് തടയാൻ കഴിയാത്തതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പുൽവാമയിൽ CRPF ജവാന്മാരെ കൊന്ന സംഭവം 11 ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. അത് തുറന്നു പറഞ്ഞാലാണ് സത്യപാൽ മല്ലിക്കാണ് പറഞ്ഞത് നമുക്ക് ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. ആ ഇൻപുട്ട് ഉണ്ടായിരിക്കുകയാണ് ഇവരെ റോഡ് മാർഗം വിടരുത്, അവരെ എയർ ഫൈറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കേന്ദ്രത്തോട് പറഞ്ഞിട്ട് കേന്ദ്രം ഹെലികോപ്റ്റർ അയച്ചു തന്നില്ല എന്ന് അദ്ദേഹം തന്നെ പരാതി പറഞ്ഞത്. അപ്പോൾ ഈ പടം എങ്ങനെയാണ് പ്രൊപ്പഗൻഡയ്ക്ക് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, BJP ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് നടന്ന ടെറർ അറ്റാക്സ്, ഉദാഹരണത്തിന് ഈ പറയുന്ന കാണ്ഡഹാർ പ്ലെയിൻ ഹൈജാക്ക്, പാർലമെൻറ്റ് അറ്റാക്ക്, ഇതിനൊന്നും രാഷ്ട്രീയമായ അക്കൗണ്ടബിലിറ്റി ഇല്ല. ശ്രദ്ധിക്കണം, ഈ കാണ്ഡഹാർ വിമാനം തട്ടിക്കൊണ്ടുപോകലിൽ ഫസ്റ്റ് അതാണ് കാണിക്കുന്നത്. അതിൽ അജിത് ഡോവലും അന്നത്തെ വിദേശകാര്യമന്ത്രിയുടെ മുഖച്ഛായുള്ള ജസ്വന്ത് സിംഗ് ആണെന്ന് വിദേശകാര്യമന്ത്രി മുഖച്ഛായുള്ള ഒരു കഥാപാത്രവും ആണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അതായത് അജിത് ഡോവൽ ആവശ്യപ്പെടുകയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ വിമാനം ഇതിൽ ഓപ്പറേഷൻ നടത്തി ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ വിമാനം തിരിച്ചു പിടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്വന്ത് സിംഗിൻ്റെ പോലെ മുഖച്ഛായുള്ള കഥാപാത്രം പറയുന്നു അത് പറ്റില്ല, നമുക്ക് വേറെ രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ട്, US-ൻ്റെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദമുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് അത് അനുനയിപ്പിക്കുകയാണെന്ന്. യഥാർത്ഥത്തിൽ കാണ്ഡഹാർ പ്ലെയിൻ ഹൈജാക്കിൽ സംഭവിച്ചതെന്നാണെന്നുള്ളത് ബുദ്ധിപൂർവ്വം മറച്ചു വയ്ക്കുക കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഈ കാണ്ഡഹാർ ഹൈജാക്കിനെ തുടർന്ന് മൗലാന മസൂദ് അസർ എന്ന് പറയുന്ന കൊടും ഭീകരൻ, അന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട് അയാൾ വിട്ടയക്കേണ്ടി വന്നു, ഇന്ത്യക്ക് വിട്ടയക്കേണ്ടി വന്നു. ഈ മസൂദ് അസറിനെ കൊണ്ടുപോയി അവിടെ കൈമാറി അവിടെ നിന്നുള്ള ഇന്ത്യൻ ബന്ദികളെ മോചിപ്പിക്കുന്ന ഈ അജിത് ഡോവൽ തന്നെയാണ്. പൈസ റാൻസം കൊടുത്തതായിട്ടും AS ദുലാത്ത് എന്ന് പറയുന്ന റോയുടെ ചീഫ് എഴുതിയൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് അജിത് ഡോവലിൻ്റെ കരിയറിലെ ഏറ്റവും നാണം കെട്ട അധ്യായമാണ് ഈ കാണ്ഡഹാർ പ്ലെയിൻ ഹൈജാക്ക്. അത് അജിത് ഡോവലിൻ്റെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ, അജിത് ഡോവലിൻ്റെ എന്തോ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതല്ല, അദ്ദേഹം കേവലം IB ചീഫ് മാത്രമാണ്. ഓക്കെ, അത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്നാണ്, കാണ്ഡഹാർ ഈ ദുബായിൽ നിന്ന് പുറപ്പെട്ടൊരു വിമാനം ഹൈജാക്ക് ചെയ്ത് ഇന്ത്യയുടെ വ്യോമാതിരത്തിൽ അമൃത്സറിൽ ഇത് ഇറക്കിയിരുന്നു, ലാൻഡ് ചെയ്തപ്പോൾ ഈ ദുലാത്ത് ഉൾപ്പെടെയുള്ള റോയുടെ ചീഫ് ഉൾപ്പെടെ
സർക്കാരിന് അന്ന് AB വാജ്പേയിയാണ് ഭരിക്കുന്നത്, മുന്നോട്ട് വെച്ചൊരു ആവശ്യം. നമ്മൾ അമൃത്സറിൽ ഇത് റീഫ്യൂവലിന് ഇറങ്ങിയത്, ഇന്ധനം തീർന്നു പോയി, അപ്പോൾ ഫ്യൂൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. ഈ സമയത്ത് നമ്മൾ കമാൻഡോകളെ അയച്ച് വിമാനം മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിന് നോ പറയാനുള്ള കാരണം എന്താണെന്നാണ് ഭരണകൂടം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ BJP ഭരിക്കുമ്പോഴെല്ലാം നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലെ വിലപേശൽ ശേഷിയും നമ്മുടെ ഉറച്ച തീരുമാനങ്ങളും ഇല്ലാതാവുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണത്. അപ്പോൾ ഇവിടെ കമാൻഡോ ഓപ്പറേഷൻ നടത്തിയത് മോചിപ്പിക്കാം, കാരണം 3-4 ഹൈജാക്കേഴ്സാണ് വിമാനത്തിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് കമാൻഡോ ഓപ്പറേഷൻ വഴി അവരെ മോചിപ്പിക്കുക എന്ന ഇത് വന്നു കഴിഞ്ഞപ്പോൾ അത് തടയാനുള്ള കാരണം, ഈ വിമാനത്തിൽ ഒരു VVIP ഉണ്ടായിരുന്നു. ആ VVIPയുടെ പേര് റോബർട്ടോ ഗ്രിയോറി എന്നാണ്. അയാൾ ദേലാരു എന്ന് പറയുന്ന ലോകത്തെ നോട്ട് അച്ചടിക്കുന്ന ഏറ്റവും വലിയ കമ്പനിയുടെ ഓണറാണ് അന്നത്തെ. അപ്പോൾ അയാൾ സ്വിറ്റ്സർലൻഡ് പൗരനാണ്. അപ്പോൾ ഈ സ്വിറ്റ്സർലൻഡ് പൗരനായ ഇയാൾ ഈ വിമാനത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് സ്വിറ്റ്സർലൻഡ് ഇടപെട്ടു, ഇന്ത്യയുമായി ബന്ധപ്പെട്ടു, ഇന്ത്യയിലേക്ക് പ്രത്യേക ദൂതനെ അയച്ചു. ഒരു കാരണവശാലും കമാൻഡോ ഓപ്പറേഷനിലേക്ക് പോയത് അയാളുടെ ജീവൻ അപകടത്തിലാവും. ഒരു മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാവുമെന്നുള്ള മറ്റൊരു രാജ്യത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് നമ്മൾ കമാൻഡോ ഓപ്പറേഷൻ വേണ്ടെന്ന് വെച്ചത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അമൃത്സറിൽ നിന്ന് ഈ വിമാനം വീണ്ടും കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ കൈവശമുള്ള ഒരു ഭീകരനെ കാണ്ഡഹാർ വരെ കൊണ്ടുപോയി അവർക്ക് കൈമാറുന്നു, ബന്ദികളെ മോചിപ്പിക്കുന്നു, റാൻസോം കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെങ്ങനെയാണ് എന്തിനാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിന് കീഴടങ്ങുന്നത്? എന്തിനാണ് ഒരു ധനികനായ ഒരു VVIPക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യൻ പൗരന്മാരാണ് അതിലുള്ളത്, ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ കൊണ്ട് ബന്ധാടുന്നത്? എന്തിനാണ് നമ്മൾ റാൻസം കൊടുക്കുകയും ഭീകരനെ വിട്ടയക്കുകയും ചെയ്ത് ആ ബന്ദികളെ മോചിപ്പിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? ഈ ഒരൊറ്റ രാജ്യത്തിൻ്റെ സമ്മർദ്ദമാണ്. സ്വിറ്റ്സർലൻഡ് ഒരു ധനിക രാജ്യമാണ്, സമ്മതിച്ചു, ശരി, ഒരു യൂറോപ്യൻ രാജ്യമാണ്. പക്ഷേ ഇന്ത്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങേണ്ട കാര്യം എന്താണ്? അവിടെ സംഭവിച്ച വലിയ ഈ ഒരൊറ്റ സംഭവം കൊണ്ടാണ്. നോക്കുക, മൗലാന മസൂദ് അസറിനെ വിട്ടയക്കുന്നു, അയാൾ പാകിസ്ഥാനിൽ പോയിട്ട് ജെയ്ഷെ മുഹമ്മദ് ഉണ്ടാക്കുന്നു. 2001 ഇന്ത്യയിൽ അതിനുശേഷമാണ് കാർഗിൽ യുദ്ധം നടക്കുന്നത്. കാർഗിൽ യുദ്ധത്തിൽ മരിച്ച സൈനികർക്കുള്ള ശവപ്പെട്ടിയിൽ കുംഭകോണം നടന്നു എന്ന ആരോപണം പാർലമെൻറ്റിൽ ഉന്നയിച്ച് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാർലമെൻറ്റ് ആക്രമണം ഉണ്ടാകുന്നു. അവിടെയുണ്ട് അജിത് ഡോവലിൻ്റെ കഥാപാത്രം, മാധവനാണ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റ് ആക്രമണം എന്തുകൊണ്ട് തടയാൻ പറ്റിയില്ല? യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് ആക്രമണം നടത്തിയതാരാണ്? സിനിമ കാണിക്കുന്നത് ഇതേ ബന്ദി നാടകത്തിൽ ഈ പറയുന്ന കാണ്ഡഹാർ വിമാന ഹൈജാക്കിങ്ങിൽ പങ്കെടുത്തൊരു ഭീകരനാണ് ഇവിടെയും വരുന്നതെന്നാണ് കാണിക്കുന്നത്. അയാളെ മാറ്റി കാണിക്കുന്നുണ്ട്. അയാൾ തന്നെയാണോ വന്നത്? തെളിവുകളുണ്ട്. ആ പാർലമെൻറ്റ് ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരന്മാർ ആരൊക്കെയാണ്? ഇന്നും ഈ 25 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മറുപടിയില്ല. അപ്പോൾ പിന്നീടാണ് ബോംബെ ടെറർ അറ്റാക്ക് ഉണ്ടാകുന്നത്. ബോംബെ ടെറർ അറ്റാക്കിൽ നമുക്ക് ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് ഈ സ്പൈ വർക്കിന് അതിനുശേഷം, ഈ പാർലമെൻറ്റ് ആക്രമണത്തിന് ശേഷമാണ് സ്പൈ വർക്ക് ഓപ്പറേഷൻ ദുരന്തറിന് വേണ്ടി രൺവീർ സിംഗിനെ അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഇൻ്റലിജൻസ് ഇൻപുട്ട് ലഭിച്ചിട്ടും അത് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സിനിമയുടെ മർമ്മപ്രധാനമായ പ്രമേയം. ആ തടയാതിരുന്നത് അതിനുള്ള പൊളിറ്റിക്കൽ വില്ല അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാരിനില്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതേ ചോദ്യം പുൽവാമ അറ്റാക്കിലുണ്ടാവാൻ. കാരണം ബോംബെ ടെറർ അറ്റാക്ക് ഉണ്ടാകുന്നത് ഏതെങ്കിലും ഇലക്ഷന് മുമ്പൊന്നുമല്ല. പുൽവാമ അറ്റാക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ച് നമ്മൾ കണ്ടതാണ്. പെഹൽഗാം അറ്റാക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഉപയോഗിച്ച് കണ്ടാണ്. ഏറ്റവും അവസാനം 2025 ചെങ്കോട്ട അറ്റാക്ക് തെരഞ്ഞെടുപ്പിനെ തൊട്ട് തലേ ദിവസമാണ് ഉണ്ടാകുന്നത്. അതിന് ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല? അപ്പോൾ യഥാർത്ഥത്തിൽ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി വളരെ ബുദ്ധിപരമായി സ്ക്രിപ്റ്റ് ചെയ്തൊരു സിനിമയാണത്. മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാകുന്നത് കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഈ കാണുന്ന ആളുകൾ ബുദ്ധിയുള്ളവരാണെന്ന് ഈ സിനിമ ഇറങ്ങുന്നവർ മനസ്സിലാക്കണം. അവർ വേറെയും ചിന്തിക്കും. അതിനപ്പുറം സിനിമ നല്ലതാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സിനിമ കണ്ടിട്ട് ആൾ വീട്ടിൽ നിന്ന് ആലോചിക്കും. ഇപ്പോൾ ബോംബെ ടെറർ അറ്റാക്ക് ഒരു പൊളിറ്റിക്കൽ വില്ലില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ദേശദ്രോഹികളായ രാഷ്ട്രീയക്കാർ ഭരിച്ചതുകൊണ്ടോ സംഭവിച്ചതാണെങ്കിൽ പിന്നീട് നടന്ന ഭീകരാക്രമണങ്ങളും അങ്ങനെ ആവാൻ വഴിയില്ലേ? അങ്ങനെ ആളുകൾ ചിന്തിക്കില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് ഒരു സിനിമയെ പ്രൊപ്പഗൻഡ ഫിലിം അല്ല എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടില്ല അത് മോശമാണെന്നാണ് എനിക്ക്. അങ്ങനെയല്ല പറഞ്ഞത്. ഇപ്പോൾ മാർവൽ സിനിമകൾ അമേരിക്കൻ അധീശത്വം സ്ഥാപിക്കുന്നതാണ്. അതേസമയം അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നില്ലല്ലോ. പക്ഷേ ഇതിൽ രാഷ്ട്രീയപരമായി വിയോജിക്കുന്ന ഭാഗങ്ങളുണ്ട്. എന്നാൽ തന്നെ ഈ പ്രൊപ്പഗൻഡ എന്ന് വിളിക്കുന്നതിനോട് യോജിക്കാൻ ഒരു സിനിമയിൽ കൾച്ചറൽ ഹെജിമണി വരുന്നതും പ്രൊപ്പഗൻഡ ആവുന്നതും രണ്ടാണ്. ഇപ്പോൾ നമ്മൾ പറയും ഒരു നിലനിൽക്കുന്ന ഒരു കൾച്ചറിൽ അതിൽ ആധിപത്യ മൂല്യമുള്ള സംസ്കാരത്തെ ആയിരിക്കും ആ സിനിമ റിഫ്ലക്റ്റ് ചെയ്യുക. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതിനുള്ള കൗണ്ടർ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ശരിയായി നടന്നൊരു കാര്യത്തെ തെറ്റായി ഡെപ്പിക്റ്റ് ചെയ്യുകയും തെറ്റായി അതിനെ ചിത്രീകരിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രൊപ്പഗൻഡ ആവുക. അതും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി. ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു വശത്ത് BJP സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഭീകരാക്രമണങ്ങളെ ഭരണകൂടത്തിന് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതാക്കി മാറ്റുകയും മറുവശത്ത് കോൺഗ്രസ് സർക്കാർ ഭരിച്ചപ്പോഴുണ്ടാകുന്ന ഭീകരാക്രമണങ്ങളെ അത് അവർ ചെയ്തതാണ്, അവർ ബോധപൂർവ്വം ചെയ്യാൻ അനുവദിച്ചതാണ് എന്ന് വരച്ചു തീർക്കുകയും ചെയ്യുന്നതിനാണ് പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ എന്താണ് പ്രൊപ്പഗൻഡ? ഈ സംവിധാനത്തിൻ്റെ വേറൊരു ചിത്രമാണ് ഉറി ദ സർജിക്കൽ സ്ട്രൈക്ക്.
നിഷാദെ, ഈ പ്രൊപ്പഗാൻഡ ചിത്രങ്ങൾ നേടുന്ന ഒരു വലിയ വിജയമുണ്ടല്ലോ. നമ്മളിതിനു മുമ്പ് സംസാരിച്ചിരുന്ന ഇവിടെ ചാവയായിരുന്നു. ഇതിപ്പോൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ വലിയൊരു റെക്കോർഡ് കളക്ഷനാണ് ബോളിവുഡിൽ നേടിയിരിക്കുന്നത്. സമീപകാലത്തായി ബോളിവുഡിൽ നിന്ന് അത്തരം വലിയ വിജയങ്ങൾ നേടുന്നില്ലായിരുന്നു. അതിനെയൊക്കെ കണ്ണുറപ്പിക്കുന്ന ഒരു വിജയം എന്നൊക്കെ പറയാം. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടിയിട്ട് വരുന്നു. ശരിക്കും ഇത്തരം പ്രൊപ്പഗാൻഡ ചിത്രങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു സ്വീകാര്യതയും അത് കൊടുക്കുന്ന ഒരു സന്ദേശവും അതിനൊരു ആശങ്കയോടെ തന്നെ കാണട്ടെ. ഇന്ത്യയെ ആകമാനം ആവേശിച്ചിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം ഇപ്പോൾ ഉണ്ടല്ലോ. കാരണം ഇന്ത്യയിലെ മനുഷ്യന്മാരെ ആകമാനം ഡിവൈഡ് ചെയ്യുകയും അവർക്ക് ഇടയിലേക്ക് ഒരുതരം പ്രത്യേക വിഭാഗത്തെ അപരന്മാരാക്കുകയും അവർക്കെതിരെ ഹേറ്റ് പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു അന്തരീക്ഷം നിരന്തരമായി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഭരണകൂടം തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹേറ്റ് പ്രസംഗിക്കുന്ന ആൾക്കാർ ഭരണകൂടത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവരെപ്പോഴും ആ ടെമ്പോ നിലനിർത്തിയിരിക്കുകയാണ്. സമൂഹത്തിനകത്ത് ആ ഹെയ്റ്റ് എന്ന് പറയുന്ന സംഗതി ആ സംഗതി നിലനിർത്തിയിരിക്കുകയാണ്. അവിടേക്കാണ് സിനിമ വരുന്നത്. അതിനെ എൻകാഷ് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമ വന്നാൽ ആ സിനിമ സ്വാഭാവികമായിട്ടും വൻതോതിൽ സ്വീകരിക്കപ്പെടും. അത് കുറച്ച് പെർഫെക്ഷനിലൂടെ വന്നാൽ, കുറച്ച് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മേക്കിങ്ങിൽ വന്നാൽ, കൊള്ളാവുന്ന താരങ്ങളൊക്കെ വന്നാൽ അത് പിന്നെയും അതിഗംഭീരമായി ആഘോഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ബോളിവുഡിൽ ഈ പടം വമ്പൻ ഹിറ്റാവുകയും ബോളിവുഡിലെ വലിയ മേക്കേഴ്സൊക്കെ വന്ന് ഈ പടം അതിഗംഭീരമാണെന്ന് പറയുകയും രാജ്യസ്നേഹ പ്രചോദിതമാണ് എന്ന് പറയുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അജിംസ് പറഞ്ഞു, ഈ സിനിമ കാണുന്ന ആൾക്കാർക്ക് മറ്റു ചരിത്രത്തെക്കുറിച്ച് ആലോചിക്കില്ല എന്നാണ്. അങ്ങനെ മറ്റേ ചരിത്രത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്ന ഒരു തലമുറ കാണ്ഡഹാറിൻ്റെ ചരിത്രം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതുകൊണ്ടാണ്. കാണ്ഡഹാറിൽ ഇന്ത്യയിലെ അപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ ഒരു പരാജയമായിരുന്നു, അങ്ങനെ മിലിറ്ററി ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ എന്ന് എത്ര പേർ അതിനെക്കുറിച്ച് ആലോചിക്കും. അതല്ല, ഈ സിനിമ സൗകര്യപൂർവ്വം അത് പറയാതിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഒരുപക്ഷെ ചരിത്രത്തെ ശരിയാവണ്ണം എത്തിക്കാൻ കഴിയുന്ന ഒരു പോപ്പുലർ ആർട്ട് ഫോമാണ് സിനിമ. ആ സിനിമ വിചാരിച്ചാൽ പലതിനെയും എന്ത് ചെയ്യാൻ പറ്റും, റീഡിസൈൻ ചെയ്യാനും മാറ്റിപ്പണിയാനും ഒക്കെ പറ്റും. അതായത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഗൾ ഭരണകാലത്തും മൊത്തം മുസ്ലിം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഇന്ത്യയിലെ ഹിന്ദുക്കളെ കൊള്ളയടിക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യന്മാർ ഇന്ത്യയിലുണ്ട്. എങ്ങനെ ഉണ്ടായതാണ്? ഈ ചാവ പോലുള്ള സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വികാരമാണ്. കാരണം അവരെല്ലാവരും പുസ്തകം വായിക്കുന്നവരല്ല. അവർ പുസ്തകം വായിക്കരുത് എന്നാണ് ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ആശയം. അവർ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, അവർ ചരിത്രം ശരിയായി പഠിക്കാൻ പാടില്ല, പുസ്തകം വായിക്കാൻ പാടില്ല എന്നതുപോലെയുള്ള സംഗതികൾക്കകത്ത് അവരെ ലോക്ക് ചെയ്തിട്ട് അവർക്ക് ഈ സിനിമ കൊടുക്കുകയാണ്, ഈ പ്രൊപ്പഗൻഡ സിനിമ. അവരെന്താ കാണുന്നത്? അപ്പോൾ അവർ നോക്കുമ്പോൾ പാർലമെൻറ്റ് അറ്റാക്കിനെ കുറിച്ച് ഈ സിനിമ സ്പർശിക്കുന്നില്ല. ഈ സിനിമ കാണ്ഡഹാറിൽ കൊടും ഭീകരനെ വിട്ടുകൊടുത്ത BJPയുടെ പരാജയത്തെക്കുറിച്ച് സ്പർശിക്കുന്നില്ല. പുൽവാമ, നേരത്തെ പറഞ്ഞല്ലോ, പുൽവാമയിൽ 140-ലധികം വരുന്ന ഇന്ത്യയുടെ സൈനികർ കൊല്ലപ്പെട്ട ഒരു സംഭവത്തിൽ 1 ഡസനോളം ഇൻ്റലിജൻസ് ഇൻപുട്സ് ഉണ്ടായിരുന്നു. അവരെ റോഡ് മാർഗം പറഞ്ഞയക്കരുത്, അവർക്ക് വിമാനമായി കൊടുക്കാൻ പാടുള്ളൂ, അതിൽ നമുക്ക് തെറ്റുപറ്റിപ്പോയി. ഈ സംഭവം ഉണ്ടായ ഉടനെ സത്യപാൽ മല്ലിക് എന്ന് പറഞ്ഞ BJPയുടെ ഗവർണർ പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് ആദ്യം പറഞ്ഞത്, നമുക്ക് ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട് കേട്ടോന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്നറിയോ? ഇപ്പം ഇതേക്കുറിച്ച് ആരോട് സംസാരിക്കേണ്ടതില്ല എന്നായിരുന്നു മോദിയിൽ നിന്ന് കിട്ടിയ മറുപടി എന്നാണ് സത്യപാൽ മല്ലിക് പറഞ്ഞത്. എന്താണ് MM നരവനെ എന്ന് പറഞ്ഞ സൈനിക മേധാവ് പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്തോളൂ, ഞാനിപ്പോൾ ഇന്നത്തെ അഭിപ്രായം പറയാൻ വരുന്നില്ല എന്ന മട്ടിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി എന്നാണ്. അപ്പോൾ ഈ സംഗതികളെക്കുറിച്ച് ഇപ്പം നമുക്ക് ആലോചിക്കുമ്പോൾ കുറേ പുതിയ വിവരങ്ങൾ കിട്ടും. അപ്പോൾ ഇത് മറച്ചു വെച്ചുകൊണ്ട് സിനിമ ഉണ്ടാക്കിയാൽ കാണുന്ന ആൾക്കാരെന്താ? ഇപ്പോൾ സാധാരണ ഇപ്പം ഞാൻ കാണുന്ന ഇപ്പോൾ ഒരുപാട് പേരെ കണ്ടു, അവരെല്ലാവരും BJP സപ്പോർട്ടേഴ്സൊന്നുമല്ല, അല്ലെങ്കിൽ മോദി ഫാൻസ് അല്ല, മോദിയോട് വിമർശനമുള്ളവർ തന്നെയാണ്. പക്ഷേ ഈ സിനിമ ഗംഭീരമാണെന്നും ഇന്ത്യയുടെ പ്രൈഡിനെ ഉയർത്തിപ്പിടിക്കുന്ന സിനിമയാണെന്ന് അഭിപ്രായം പറഞ്ഞ ഒരുപാട് പേരെ നമ്മൾ സുഹൃത്തിൽ തന്നെ കണ്ടല്ലോ. അവർക്കൊന്നും ഇതിൻ്റെ സംഗതി മനസ്സിലായിട്ടില്ല. അതിഗംഭീര സിനിമ. അതെന്താ, പാകിസ്ഥാൻ നമ്മളെ സംബന്ധിച്ച് ബൈ ഡിഫോൾട്ട് നമ്മുടെ ശത്രു രാജ്യമാണ്. പാകിസ്ഥാൻ എന്ന പേര് കേട്ടാലേ തിളയ്ക്കണം നമുക്ക്, നമ്മുടെ ശത്രുതാ വികാരം എന്നൊരു ഫീലിലാണ് നമ്മൾ മൊത്തത്തിലുള്ളത്. എന്നിരിക്കെ അതിനെ അധികരിച്ചു കൊണ്ടുവരുന്ന സിനിമകൾക്ക് ആ നിലയ്ക്കുള്ള സ്വീകാര്യത കിട്ടും. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പെർഫെക്ഷൻ, മേക്കിംഗ് ക്വാളിറ്റിയൊക്കെ വന്നാൽ സ്വാഭാവികമാണ്. പക്ഷേ അടിസ്ഥാന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ദുരന്തറിനെ കൊണ്ടാടുന്ന എല്ലാ മനുഷ്യന്മാരും ആലോചിക്കേണ്ട കാര്യം, അങ്ങനെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ, അതായത് ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഈ പറഞ്ഞതാണ്, ഇവിടെ നടന്നിട്ടുള്ള എല്ലാ ഭീകരാക്രമണങ്ങൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിന് ഉത്തരവാദിത്തമുണ്ട് എന്നാണെങ്കിൽ പുൽവാമയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്, ഉറിക്ക് ഉത്തരവാദിത്തമുണ്ട്, പത്താൻകോട്ടിന് ഉത്തരവാദിത്തമുണ്ട്, പഹൽഗാമിന് ഉത്തരവാദിത്തമുണ്ട്. പഹൽഗാമിൽ ഈ പറഞ്ഞ പോലെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് പോലും ഇല്ലാത്ത സ്ഥലത്ത് ഭീകരർ വന്ന ആളുകളെ വെടിവെച്ച് കൊന്നതിന് നരേന്ദ്രമോദിക്ക് ഉത്തരവാദിത്തമില്ല എങ്കിൽ, ഉറിയിൽ നടന്ന സൈനിക കേന്ദ്രത്തിൽ നടന്ന ആക്രമണത്തിൽ നരേന്ദ്രമോദിക്ക് ഉത്തരവാദിത്തമില്ല എങ്കിൽ, പുൽവാമയിൽ നടന്ന ആക്രമണത്തിൽ നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയ ഉത്തരവാദിത്തം ഇല്ല എങ്കിൽ, കാണ്ഡഹാറിൽ അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ളവർക്ക് ഉത്തരവാദിത്തം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ പാർലമെൻറ്റ് അറ്റാക്കിന് അവർക്ക് ഉത്തരവാദിത്തം ഇല്ല എങ്കിൽ, മൻമോഹൻ സിംഗിന് മാത്രമായിട്ട് ഉത്തരവാദിത്തം വരുന്നത് എങ്ങനെയാണ്? ബാക്കി എല്ലാത്തിനും ഈ മൻമോഹൻ സിംഗിന് ഉത്തരവാദിത്തം വേണമെന്ന് വാശി പിടിക്കുന്നത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ദുരന്തർ എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പരിപാടിക്ക് വേണ്ടി ചരിത്രത്തെ വളച്ചൊടിക്കുന്ന നുണക്കഥകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കൂറ സിനിമയാണ്. അതിനെ ആ നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മെച്ചപ്പെട്ട, ഞാൻ പറഞ്ഞ സിനിമ വെച്ചാൽ മേക്കിംഗ് ക്വാളിറ്റിയെക്കുറിച്ചല്ല പറഞ്ഞിട്ടോ, അതിൻ്റെ ഉദ്ദേശം ദുരുദ്ദേശമാണ്. അത് ആളുകൾക്കോട് സത്യം പറയണമെന്ന ഉദ്ദേശം അതിനില്ല. അതിന് വെറും എന്താ പറയുന്നത്, ഡേർട്ടി
രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് മോദി ഭക്തി, BJP ഭക്തി, ഹിന്ദുത്വ ഭക്തി അല്ലാതെ അതിൻ്റെ കോർ എന്ന് പറയുന്ന സംഗതി അതാണ്. അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. അല്ലെങ്കിൽ പറയണം, ഈ സിനിമ സ്പർശിക്കാതെയും പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, പാർലമെൻറ്റ് അറ്റാക്കും അല്ലെങ്കിൽ കാണ്ഡഹാറും. അതേക്കുറിച്ച് ശരിക്കും പറ. അതിൽ ഈ പറയുന്ന ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ മൊത്തം ഡോവലിൻ്റെ കഥകളാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകളാണ്. അദ്ദേഹം ചെയ്തതും ചെയ്യാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ ഘോഷണങ്ങൾ നടക്കുകയാണ്. അദ്ദേഹമായിരുന്നു കീ മീഡിയേറ്റർ ഏത് കാണ്ഡഹാറിൽ. ഈ കൊടും ക്രിമിനലിനെ വിട്ടുകൊടുത്ത് കോടിക്കണക്കിന് രൂപ കൊടുത്തെന്ന് പറഞ്ഞു. പൈസ കണക്കൊന്നും ഇപ്പോഴും അറിയത്തില്ല. അതെന്താ പറയാത്തതാണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യം പറയുക എന്നുള്ളതല്ല, രാജ്യത്ത് നടന്ന ഭീകരാക്രമണങ്ങളെ നേരായി സമീപിക്കുക എന്നുള്ളതല്ല, ആ ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദികളെ നേരായി കണ്ടെത്തി ഫിക്സ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് രാഷ്ട്രീയ താല്പര്യം മാത്രമുള്ള തരംതാണ താല്പര്യമുള്ള സിനിമയാണ് എന്ന് പറയാൻ ഒരു മടിയും കാണിക്കേണ്ടതില്ലെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് കുറേ ആൾക്കാർ കണ്ടു, കുറേ പൈസ ഇറക്കി നിർമ്മിച്ചു, കുറേ നല്ല ക്യാമറ ഷോട്ട്സ് ആൻഡ് എഡിറ്റിംഗ്, നല്ല കളറിങ് എന്നതുകൊണ്ട് ഒരു 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 സംഘ് പരിവാർ പടം അതല്ലാതാവുന്നില്ല എന്നാണ് ഞാൻ പറയാം. അതെ, ദുരന്തർ ബോളിവുഡിൽ നിന്നുള്ള പ്രൊപ്പഗാൻഡ ചിത്രം മാത്രമല്ല, അതിങ്ങനെ ദേശങ്ങൾ കടന്നും പോവുകയാണ്. നമ്മുടെ ഇപ്പോൾ മലയാളത്തിലും പലതരത്തിലുള്ള പ്രൊപ്പഗാൻഡ ചിത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിൻ്റെ രാഷ്ട്രീയത്തെ കരുതിയിരിക്കുക.